അധ്യക്ഷൻ പാസ്റ്റർ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തിന്റെ പേര് ഓട്ടംതുള്ളൽ എന്നാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നൽകുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തനിമയാണ് കല. ഓട്ടംതുള്ളൽ എന്നത് കേരളത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു കലയാണ്. ഇതിന്റെ രചയിതാവും ഇതിന്റെ തുടങ്ങി വെച്ചത് കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാകവിയാണ് ഇത് തുടങ്ങി വെച്ചത്. ഈ ഓട്ടംതുള്ളലിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള തിന്മകൾ ഹാസ്യരൂപത്തിൽ വിമർശിക്കുന്നതാണ് ഓട്ടംതുള്ളലിലൂടെ നമ്മൾ പ്രധാനമായി ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള തിന്മകളെ സാഹിത്യത്തോട് കലർത്തി ഹാസ്യരൂപത്തിൽ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നു. ഇന്നത്തെ വിഷയമായി നമ്മൾ എടുത്തിരിക്കുന്നത് പെന്തക്കോസ്ത് മണ്ഡലത്തിലുള്ള ചില പ്രവണതകൾ, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ വളരെ ത്യാഗത്തോടും സകലതും വിറ്റും ലോകത്തിന് വേണ്ടി ലോകത്തിൽ നിന്ന് വേർപെട്ട് അവരിറങ്ങി. എന്നാൽ പിൻതലമുറ വന്നപ്പോൾ അവർക്ക് പിതാക്കന്മാരുടെ പാതയിൽ തുടരുവാൻ കഴിയുന്നില്ല. അവർ നേരായ മാർഗത്തിൽ നിന്ന് വളരെയധികം മാറിപ്പോയിരിക്കുന്നു. ആ കാര്യം ഞങ്ങളിവിടെ ഓട്ടംതുള്ളലായി അവതരിപ്പിച്ച് കാണിക്കുന്നു. യഥാർത്ഥ ഓട്ടത്തുള്ളലിൽ കുറച്ച് തുള്ളലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഡാൻസ് കളിച്ച കോമഡി ആവുന്നതുകൊണ്ട് ഡാൻസ് ഒഴിവാക്കി അതിന്റെ ചൊല്ല് മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. എന്നിരുന്നാലും ആർക്കെങ്കിലും ഒത്തുകൊള്ളുന്നെങ്കിൽ ദൈവത്തിനോട് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ അപേക്ഷിച്ചു പോകുന്നു. കാരണം ഇതൊരു ഓട്ടംതുള്ളലാണ്, ഇതിന്റെ ശൈലി അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. പെന്തക്കോസ്ത് ഇന്ന് നാളെ. ഓട്ടംതുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുത്. ഓട്ടംതുള്ളലിൽ പലതും പറയും, അത് കേട്ടാരും കോപിക്കരുത്. നല്ലതുപോലെ കേട്ടു രസിച്ചാൽ ഓട്ടംതുള്ളൽ ജോറായിടും. 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 ചുമ്മാതങ്ങനെ കേട്ടാൽ പോരാ, കേട്ടത് നന്നായി ചിന്തിക്കണം. 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 എന്നാൽ ഇനിയൊരു കഥ ഇത് ചൊല്ലാം, ദൈവാത്മാവ് നടത്തും പോലെ. എന്നാൽ ഇനിയൊരു കഥ ഇത് ചൊല്ലാം, ദൈവാത്മാവ് നടത്തും പോലെ. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ അനുഭവമുണ്ടായി. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ പെന്തക്കോസ്തിൻ സഭയുണ്ടായി. പടവളം പോലൊരു കേരള നാട്ടിൽ ഒന്നോ രണ്ടോ അപ്പച്ചന്മാർ. പടവളം പോലൊരു കേരള നാട്ടിൽ ഒന്നോ രണ്ടോ അപ്പച്ചന്മാർ. വചനം കേട്ടു ബോധ്യം വന്നു. വചനം കേട്ടു ബോധ്യം വന്നു, സത്യമറിഞ്ഞവരെല്ലാം കൂടി. വചനം കേട്ടു ബോധ്യം വന്നു, സത്യമറിഞ്ഞവരെല്ലാം കൂടി. വചനം കേട്ടു ബോധ്യം വന്നു, നേരിൻ മാർഗം മതിയെന്നായി. വചനം കേട്ടു ബോധ്യം വന്നു, നേരിൻ മാർഗം മതിയെന്നായി. സത്യമറിഞ്ഞവരെല്ലാം കൂടെ പതിയെ ഒന്നായി ചേർന്നു. സത്യമറിഞ്ഞവരെല്ലാം കൂടെ പതിയെ ഒന്നായി ചേർന്നു. മന്നാ ജയ ജയ, മന്നാ ജയ ജയ, മാനുവേലനേ മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. വഴികൾ കേട്ടു നിന്ന് സഹിച്ചു. വഴികൾ കേട്ടു നിന്ന് സഹിച്ചു, എന്നിട്ടും അവർ ഇങ്ങനെ പാടി. വഴികൾ കേട്ടു നിന്ന് സഹിച്ചു, എന്നിട്ടും അവർ ഇങ്ങനെ പാടി. എങ്ങനെ പാടി? ഇങ്ങനെ പാടി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സുവിശേഷത്തിൻ ശബ്ദമതെന്ന് ദേശമതെങ്ങും മാറ്റൊലി കൊണ്ടു. സുവിശേഷത്തിൻ ശബ്ദമതെന്ന് ദേശമതെങ്ങും മാറ്റൊലി കൊണ്ടു. രാപ്പകലില്ലാതെ ഈ ഭക്തന്മാർ സുവിശേഷവുമായി ഓടി നടന്നു. രാപ്പകലില്ലാതെ ഈ ഭക്തന്മാർ സുവിശേഷവുമായി ഓടി നടന്നു. വിശപ്പതുമില്ല ദാഹവുമില്ല. വിശപ്പതുമില്ല ദാഹവുമില്ല, യേശുവിൻ സാക്ഷ്യം അതൊന്നേ ലക്ഷ്യം. വിശപ്പതുമില്ല, ദാഹവുമില്ല, യേശുവിൻ സാക്ഷ്യം അതൊന്നേ ലക്ഷ്യം. നാട് വെടിഞ്ഞു, വീട് വെടിഞ്ഞു, പാരമ്പര്യം അത് പാടെ വെടിഞ്ഞു. നാട് വെടിഞ്ഞു,
കാലത്തെ പെന്തക്കോസ്ത്യൻ പിതാക്കന്മാരുടെ അനുഭവം. സകലവും വെടിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നിന്ദകൾ സഹിച്ചു അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടാളികളായി. അവന്റെ നിന്ന വലിയ ദാനമെന്ന് അവർ ഓരോരുത്തരും വേണ്ടി അവരുടെ വിശ്വസ്തത കണ്ട് മനസ്സറിഞ്ഞ നമ്മുടെ പിതാവായ ദൈവം അവരുടെ പിൻതലമുറകളെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി. എന്നാൽ ആ പിൻതലമുറക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ? ചിന്തിക്കണ്ടേ? ചിന്തിക്കണമല്ലോ. അപ്പൊ നമുക്ക് അതങ്ങ് ചിന്തിച്ചേക്കാം. കാലം പലതും അങ്ങനെ പോയി, സഭകൾ പലതും മങ്ങിങ്ങായി. കാലം പലതും അങ്ങനെ പോയി, സഭകൾ പലതും മങ്ങിങ്ങായി. സഭകൾ ഭരിപ്പാനിടയന്മാരെ ദൈവം തന്നെ കൽപ്പിച്ചാക്കി. സഭകൾ ഭരിപ്പാനിടയന്മാരെ ദൈവം തന്നെ കൽപ്പിച്ചാക്കി. മുമ്പ് പറഞ്ഞ അപ്പച്ചന്മാർ മക്കൾ തന്നുടെ കാലം വന്നു. മുൻപ് പറഞ്ഞ അപ്പച്ചന്മാർ മക്കൾ തന്നുടെ കാലം വന്നു. വിശ്വാസികൾ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കേറി ദേശം വിട്ടു. വിശ്വാസികൾ നല്ലൊരു കൂട്ടം ഫ്ലൈറ്റിൽ കയറി ദേശം വിട്ടു. സഭകൾ വളർന്നു, സഭകൾ വളർന്നു, ഡോളർ വന്നു. ഡോളർ വന്നു. സഭകൾ വളർന്നു, ഡോളർ വന്നു, മണിസൗധങ്ങൾ ഉയർന്നു വന്നു. സഭകൾ വളർന്നു, ഡോളർ വന്നു, മണിസൗധങ്ങൾ ഉയർന്നു വന്നു. കീറപ്പായും കോലപ്പുരയും കേട്ട് മറന്നൊരു കഥയായി മാറി. കീറപ്പായും കോലപ്പുരയും കേട്ട് മറന്നൊരു കഥയായി മാറി. ആത്മാക്കൾക്കായി ഓടി നടന്നവർ ഓട്ടു പിടിക്കാൻ ഓടി നടന്നു. ആത്മാക്കൾക്കായി ഓടി നടന്നവർ ഒട്ടുപിടിക്കാൻ ഓടി നടന്നു. ആരാധനയ്ക്കായി അധികാരക്കൊതി തലക്കി പിടിച്ചവർ അധികാരത്തിന് വടംവലി കൂടി. അധികാരത്തിന് തലക്ക് പിടിച്ചവർ അധികാരത്തിന് വടംവലിയായി. ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്കായി കോടതി തോറും കയറിയിറങ്ങി. ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്കായി കോടതി തോറും കയറിയിറങ്ങി. ഉപവാസങ്ങളും പ്രാർത്ഥനയെല്ലാം ചടങ്ങുകളായി മാറി മറിഞ്ഞു. ഉപവാസങ്ങൾ പ്രാർത്ഥനകളെല്ലാം ചടങ്ങുകളായി മാറി മറിഞ്ഞു. മന്നാ ജയ ജയ, മന്നാ ജയ ജയ, മാനുവേലനേ മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. 3ഉം 7ഉം 40ഉം എല്ലാം പവർ വിഷൻ തൻ കുത്തകയായി. 3ഉം 7ഉം 40ഉം എല്ലാം പൗർണമിഷൻ തൻ കുത്തകയായി. ആരാധനയ്ക്കായി വാഞ്ചിച്ചുഴന്നു ടിവിക്ക് മുന്നിൽ സോഫയിലായി. ആരാധനയ്ക്കായി വാഞ്ചിച്ചിടുന്നു ടിവിക്ക് മുന്നിൽ സോഫയിലായി. വചനവും സ്തുതിയും നിറഞ്ഞൊരു സഭയിൽ ഡിസ്കോ ലൈറ്റിന്റെ അനുഭവം വന്നു. വചനം സ്തുതിയും നിറഞ്ഞൊരു സഭയിൽ ഡിസ്കോ ലൈറ്റിന്റെ അനുഭവം വന്നു. പാടിയിറക്കും പാടിയിറക്കും തീയത് വന്നു. തീയത് വന്നു. പാടിയിറക്കും തീയത് വന്നു, ഡിജെ പോലൊരു ആരാധനയും. പാടിയിറക്കും തീയത് വന്നു, ഡിജെ പോലൊരു ആരാധനയും. കാത്തിരിപ്പും ബൈബിൾ ക്ലാസും കേട്ട് മറന്നൊരു പഴങ്കഥയായി. കാത്തിരിപ്പും ബൈബിൾ ക്ലാസും കേട്ട് മറന്നൊരു പഴങ്കഥയായി. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ എന്നാ പിന്നെ ചർച്ചിൽ പോകാം. മറ്റൊരു പ്രോഗ്രാം ഇല്ലെന്നാലോ എന്നാൽ പിന്നെ ചർച്ചിൽ പോകാം. എന്നെ കേൾക്കും ജനമേ പറയൂ, ഭക്തന്മാർക്ക് ഈ ഗതിയോ ഗണവും. എന്നെ കേൾക്കും ജനമേ പറയൂ, ഭക്തന്മാർക്ക് ഗതിയേകണമോ. പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പതിവുണ്ടെങ്കിൽ, പണ്ടൊരു കാലം നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന പതിവുണ്ടെങ്കിൽ, ഇന്നത് മാറി ആ സമയത്ത് സോഷ്യൽ മീഡിയ കയറിക്കൂടി. ഇന്നത് മാറി ആ സമയത്ത് സോഷ്യൽ മീഡിയ കയറിക്കൂടി. സ്വർണ്ണം വെള്ളി ഞങ്ങൾക്കില്ലേ, ഉള്ളത് മുഴുവൻ ലോക്കറിലാണ്. സ്വർണ്ണവും വെള്ളിയും ഞങ്ങൾക്കില്ലേ, ഉള്ളത് മുഴുവൻ ലോകരിലാണ്. മന്നാ ജയ ജയ, മന്നാ ജയ ജയ, മാനുവേലനേ മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. ഇതാണ് ഇപ്പോഴത്തെ വിശ്വാസ ഗോളത്തിന്റെ ഒരു അവസ്ഥ. ഇതിന്റെ ഇടയിൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് ഒരു സ്വയം ശോധന നമുക്ക് വേണ്ടേ? ആ ഒരു സ്വയം ശോധന നമുക്ക് വേണ്ടേ? വേണം. നമുക്ക് അതൊന്ന് ചിന്തിച്ചേക്കാം. 5ഉം 10ഉം പണ്ടാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലം അത് പോരാ. 5ഉം 10ഉം പണ്ടാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാൻ സ്ഥലമത് പോരാ. തലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ വേറെ ചിലർക്ക് ഇത് കുറവ് ഭവിച്ചു. തലയുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ വേറെ ചിലതിന് കുറവ് ഭവിച്ചു. തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ ചെറിയൊരു മടിയെന്നായി. തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാൻ ചെറിയൊരു വിഷമം പോലെ. കണ്ടാൽ ചെറിയൊരു ഷെയ്ക്കാൻഡുണ്ട്, ആർക്കോ വേണ്ടി ചെയ്യും പോലെ. കണ്ടാൽ ചെറിയൊരു ക്ഷീക്കാനുണ്ട്, ആർക്കോ വേണ്ടി ചെയ്യും പോലെ. വചനം പറയും സമയം പോലും നമ്മുടെ നോട്ടം ഫോണിൽ തന്നെ. വചനം പറയും സമയം പോലും നമ്മുടെ നോട്ടം ഫോണിൽ തന്നെ. ആരെങ്കിലും ചോദിച്ചാലോ അപ്പോൾ പറയും ഡിജിറ്റൽ ബൈബിൾ. ആരെങ്കിലും ചോദിച്ചാലോ അപ്പോൾ പറയും ഡിജിറ്റൽ ബൈബിൾ. എല്ലാം കഴിഞ്ഞ് ടി വിദ്വാൻമാർ കണ്ണു മടച്ചിട്ട് ഇങ്ങനെ പാടും. എല്ലാം കഴിഞ്ഞ് ടി വി കണ്ണുമടച്ചിട്ട് ഇങ്ങനെ കാണും. എങ്ങനെ
ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പണ്ടപ്പച്ചൻ കണ്ണീർ വാർക്കും മക്കളെയെല്ലാം അക്കരയാക്കാൻ. പണ്ടപ്പച്ചൻ കണ്ണീർ വാർക്കും മക്കളെയെല്ലാം അക്കരയാക്കാൻ. ഇന്നമ്മച്ചി കണ്ണീർ തൂകും മക്കളെ ഒന്നിനെ ഇക്കരയാക്കാൻ. പൊന്നമ്മച്ചി കണ്ണീർ തൂകും മക്കളെ ഒന്നിനെ ഇക്കരെ കാണാൻ. വിശ്വാസികളാം കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. വിശ്വാസികളാ കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. വിശ്വാസികളാം കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. വിശ്വാസികളാ കൂട്ടാളികളെ ലക്ഷ്യം തെറ്റി പോകരുതാരും. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം ലക്ഷ്യം നോക്കിയിട്ട് ഓടിയിടുക നാം. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം ലക്ഷ്യം നോക്കിയിട്ട് ഓടിയിടുക. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം ലക്ഷ്യം നോക്കിയിട്ട് ഓടിയിടുക നാം. നിത്യത തന്നെ അന്തിമ ലക്ഷ്യം ലക്ഷ്യം നോക്കിയിട്ട് ഓടിയിടുക. ഞങ്ങളുടെ ദൗത്യം ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ